ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ വധേ നമ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകികോവിലം. വാൽമീകിർഗിരിസംഭൂതൻ രാമംഭോ നിധിസംഗത ശ്രീമദ് രാമായണീ ഗംഗാപുനാതു മോനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 124 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തൊട്ടു മുമ്പ് കിഷ്കിന്ധാഖണ്ഡം വാൽമീകി രാമായണത്തിലെ 18ാം സർഗത്തിലെ ബാലിയുടെ ആക്ഷേപങ്ങൾക്ക് രാമൻ പറഞ്ഞ മറുപടി നമ്മൾ കേട്ടു. അതിനുശേഷം ഉള്ള സംഭവങ്ങളാണ് തൊട്ടടുത്ത 19ാം സർഗത്തിൽ പറയുന്നത്. ഈ മഹാനായ ബാലി, മഹാൻ എന്നാണ് പലതിക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്, അസ്ത്രയിട്ട് ആസന്ന മരണനായി കിടക്കുകയാണ്. ആ സമയത്താണ് താര അതറിഞ്ഞിട്ട് അവിടെ എത്തി ഭർത്താവിൻ്റെ മൃതദേഹം ആലിംഗനം ചെയ്തുകൊണ്ട് അതിലെടുത്തിരുന്നത് അത് തലോടിക്കൊണ്ട് ദീർഘമായി കരയുന്നൊക്കെ രംഗങ്ങളും താരയുടെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഹനുമാൻ മുതലായവർ പറയുന്ന വാക്കുകളൊക്കെ നമുക്ക് കേൾക്കാം. അതിനെ പറയുന്നത്: സ വാനര മഹാരാജ ശയാന ശരപീഡിത പ്രത്യുക്തോ ഹേതുമദ്വാക്യേ നോത്തരം പ്രത്യപദ്യത. രാമൻ്റെ യുക്തിയുക്തമായ മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ ബാലിയുന്നയിച്ച ആക്ഷേപങ്ങൾക്കൊക്കെ രാമൻ മറുപടി പറഞ്ഞല്ലോ. അത് കേട്ടതിന് ശേഷം ആ ബാലി പിന്നീട് പ്രത്യുത്തരങ്ങൾ, അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പ്രത്യുക്തോ ന ഉത്തരം പ്രത്യപദ്യത എന്നാണ്. മറുപടി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തെ വളരെയധികം വിഷാദമുക്തനായിരുന്നു. മുഷ്ടിപ്രഹാരങ്ങളേറ്റിട്ടും മരം കൊണ്ടുള്ള തല്ലേറ്റിട്ടും സുഗ്രീവനായുള്ള യുദ്ധത്തിൽ അതൊക്കെ വേണ്ടി വന്നു. അവസാനത്തിൽ ഈ രാമൻ്റെ സ്വരമേറ്റിട്ട് തകർന്ന വാലി അവിടെ മൂർച്ഛിച്ച് കിടന്നു. മോഹസ സംഭാര്യ ബാണമോക്ഷേണ രാമദത്തേന സംയുഗേ ഹതം പ്ലവകശാർദൂലം താരാ ശുശ്രാവവാലിനം. അപ്പം ഈ വിവരങ്ങളൊക്കെ വാനരന്മാർ ചെല്ലിട്ട് ഓടിച്ചെന്നിട്ട് കിഷ്കിന്ധയിൽ ചെന്നിട്ട് താരയെ അറിയിച്ചു. ഭർത്താവായ ബാലി രാമാശ്രമേറ്റിട്ട് മരണാസനായി കിടക്കുകയെന്ന് അറിഞ്ഞു. അത് കേട്ടപ്പോൾ അവള് സപുത്ര പ്രിയം ശ്രുത്വാ വധം ഭർത്തൃസ്തു ദാരുണം. തൻ്റെ ഭർത്താവിൻ്റെ ദാരുണമായ മരണത്തെക്കുറിച്ച്, യഥാർത്ഥത്തിൽ ജീവൻ വിട്ടുപോയിട്ടില്ല, മരണാസനായി കിടക്കുന്നേ ഉള്ളൂ, പക്ഷെ മരിച്ചു എന്നുള്ള ഭാവത്തിൽ അറിഞ്ഞിട്ട് ആ താര ഓടി വരികയാണ്. സാദദശ തതസ്തത്രാൻ ഹരീനാം ആപത്തതോദ്രുതം. യഥാർത്ഥത്തിൽ വീണ് കിടക്കുന്നവനായ ആ ബാലിയെ, വാനരന്മാർക്ക് നേതാവായിരിക്കുന്ന ബാലിയെ അവൾ കണ്ടു. അതിനിടയ്ക്ക് കുറേ വാനരന്മാർ എന്നിട്ട് താരയോട് പറയുന്നുണ്ട്: താരെ കോട്ടവാതിലൊക്കെ അടയ്ക്കൂ, ആ രാമൻ്റെ ബാണമേറ്റിട്ട് നിന്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് നീ നിന്നെയും പുത്രനെയും സ്വയം രക്ഷിക്കൂ, അംഗദനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യൂ, ആ സുഗ്രീവൻ്റെ സഖാക്കളായ സുഗ്രീവൻ്റെ അനുയായികൾ വന്നിട്ട് കൊട്ടാരം ആക്രമിക്കാതിരിക്കാൻ കൊട്ടാരത്തിൻ്റെ കോട്ടവാതിലുകളൊക്കെ അടയ്ക്കൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞ വാക്കുകളൊക്കെ വാൽമീകി വിസ്തരിച്ച് പറയുന്നുണ്ട്. ജീവപുത്രേ നിവർത്തസ്വ പുത്രൻ രക്ഷസ്വ ചാങ്കദം. നിന്റെ പുത്രനായിരിക്കുന്ന അംഗദനെ രക്ഷിക്കൂ, അതുകൊണ്ട് കോട്ടവാതിൽ അടയ്ക്കൂ, അതായത് രാജ്യത്തിൻ്റെ ഭാരങ്ങളൊക്കെ ഏറ്റെടുക്കൂ, മകനെ ഏൽപ്പിക്കൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. കാരണം ഭാര്യ മരിച്ചു കഴിഞ്ഞു, അംഗദനെ രാജാവാക്കി വാഴിക്കണം എന്നൊക്കെയാണ്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് താര അതിന് മറുപടി പറഞ്ഞത്: ഞാനല്ല ഇതിനൊക്കെ ആളായിരിക്കുന്നത്, എനിക്കിനി പുത്രനെ കൊണ്ടെന്ത്, ഭർത്താവ് വെച്ചവളായ എനിക്ക് രാജ്യം കൊണ്ടെന്ത് എന്നൊക്കെ വിഷാദത്തോടെ പറയുക ചെയ്തത്. ആത്മന പ്രതിരൂപം സാ ബഭാഷേ ചാരുഹാസിനി പുത്രേണ മമ കിം കാര്യം രാജ്യേനാവി കിം ആത്മന. പുത്രനെ കൊണ്ട് എനിക്കെന്ത്, രാജ്യം എനിക്കെന്ത്, തന്നെ കൊണ്ട് തന്നെ എന്ത്. കാരണം എന്താണ്? കവിസിംഹേ മഹാഭാഗേ തസ്മിൻ ഭ്രാതരി നശ്യതി. ആ ഭർത്താവ് മരിച്ചിരിക്കുക, എനിക്ക് ബാക്കി എന്തുണ്ടായിട്ടെന്താണ്? അതുകൊണ്ട് ഞാൻ അവിടുത്തെ പാദങ്ങളിൽ ചെന്നിട്ട് ആ മഹാത്മാവിൻ്റെ കാലത്തിൽ എത്തുകയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ബാലി വീണ് കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. നെഞ്ഞത്തും തലയിലൊക്കെ അടിച്ചുകൊണ്ട്
നിലവിളിച്ചുകൊണ്ട് ഏവമുക്ത മൃദുദ്രാവ രുദതീ ശോകമൂർച്ഛിത ശിരസ്ഥ ഉരസസ്ഥ ബാഹുഭ്യാൻ ദുഃഖേന. ദുഃഖം കൊണ്ട് ഉരസിന് തലയിലൊക്കെ അടിച്ചുകൊണ്ടാണ് അവൾ വന്നത്. അവൾ പർവ്വതേന്ദ്രനെ പോലെ കിടക്കുന്ന, വജ്രമേറ്റ പർവ്വതം പോലെ കിടക്കുന്ന ആ ബാലിയെ കണ്ടു. ആ കാൽക്കലിരുന്നിട്ട് അവൾ ദുഃഖഭീതിയായിട്ട് പറഞ്ഞു എന്നാണ്. അർച്ചിതം സർവലോകസ്യ സപതാകം ദൈവികം നാഗഹേതോ സുവർണേന ചൈതന്യമുത്ഥിതം യഥാ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വില്ല് കുത്തി നിൽക്കുന്ന രാമനെ അടുത്ത് തന്നെ കണ്ടു, ഭർത്തസഹോദരനായ സുഗ്രീവനെ കണ്ടു, വീഴ്ത്തപ്പെട്ട് കിടക്കുന്ന ഭർത്താവിനെ കണ്ടിട്ട് അവൾ മോഹാത്സ്യപ്പെട്ടു. ഇത്രയാണ് 19 സർഗം. 20 സർഗത്തിൽ അവളുടെ വാക്കുകളൊക്കെയാണ്. എന്തൊക്കെയാണ്? താരാ തരുയോന്മൂലം പര്യദേവയ താതുര. ആതുരയായിരിക്കുന്ന ആ താര ഭർത്താവിന് കാൽക്കെഴുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ അങ്ങ് എന്താണ് എന്നോട് മിണ്ടാത്തത്? ഇതൊക്കെ പുരാണങ്ങളിലും കാവ്യങ്ങളിലൊക്കെ ഉള്ളതാണ്. ഭരണാസന്നയിക്കുമ്പോൾ എന്ത് മിണ്ടാനാണ്? അതൊക്കെ ആ ദുഃഖം കൊണ്ട് പറയുകയാണ്. കിമിതാനിയും പുരോഭാഗ മദ്യത്വം നാഭിഭാഷസേ. അങ്ങയുടെ മുമ്പിലിരിക്കുന്ന എന്നോട് എന്താണ് അങ്ങൊന്നും പറയാത്തത്? ഉത്തിഷ്ഠഹരി ശാർദൂല. അല്ലയോ വാനരശ്രേഷ്ഠ, അങ്ങ് എഴുന്നേറ്റാലും അങ്ങക്ക് ചേർന്നല്ല ഇത് ഈ കിടപ്പ്. രാജാക്കന്മാർ വെറും നിലത്ത് ഇങ്ങനെ കിടക്കാറില്ലല്ലോ. അങ്ങക്ക് എന്നേക്കാൾ പ്രിയ ഈ ഭൂമിയോടാണോ? ആ ഭൂമി ആലിംഗനം ചെയ്താണല്ലോ അങ്ങ് കിടക്കുന്നത്. ഉത്തിഷ്ഠഹരു കാന്താ വസുധാധിപ. രാജാവും കൂടെയാണല്ലോ ബാലി. രാജാക്കന്മാർക്ക് ഭൂമിയോടുള്ള സ്നേഹം കുറച്ച് കൂടുതലായിരിക്കാം. അതുകൊണ്ടായിരിക്കും അങ്ങ് എന്ത് ചെയ്യുന്നു, ഈ ഭൂമി ആലിംഗനം ചെയ്ത് കിടക്കുന്നു. എന്നെ നോക്കുന്ന പോലുമില്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും പറയൂ. അങ്ങക്ക് നിരാനന്ദ നിരാശാഹം നിമഗ്ന ശോകസാഗരെ. ഞാൻ ദുഃഖമാകുന്ന സമുദ്രത്തിൽ വീണിട്ട് വിഷമിക്കുന്നവളാണ്. അങ്ങനെയുള്ള എന്നെ എന്തുകൊണ്ടാണ് ആശ്വസിപ്പിക്കാത്തത്? ഹൃദയം സുസ്ഥിതം മഹ്യം ദൃഷ്ട്വാ നിപതിതം ഭവി. തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, അതാ എൻ്റെ ഹൃദയം വളരെ കഠിനമാണ്. ഭർത്താവ് ഇങ്ങനെ മരിച്ചു കിടക്കുന്നതിട്ട് എൻ്റെ ഹൃദയം 100 പൊട്ടിപ്പോകുന്നില്ലല്ലോ. ഇതൊക്കെ നമ്മൾ പല ദിക്കിലും പുരാണങ്ങളിൽ കാണുന്ന ചില വാക്കുകൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങ് ലോകത്തെ മുഴുവൻ ജയിച്ചിരിക്കുന്ന ആളായിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ അപകടങ്ങളൊക്കെ അങ്ങക്ക് വന്നത് രൂപയൂപന ഗർവ് കൊണ്ടും താൻ ബലവാനാണെന്ന ഗർവ് കൊണ്ടും അങ്ങ് ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്. അങ്ങ് എന്ത് ചെയ്തു? സുഗ്രീവസ്യ ത്വയാ ഭാര്യ ഹൃതാ വിവാസിത. അങ്ങ് സുഗ്രീവൻ്റെ ഭാര്യ അപഹരിച്ചു, രാജ്യം പിടിച്ചെടുത്തു. അതിനൊക്കെ ഫലമായിട്ടാണ് അങ്ങ് യഥാർത്ഥത്തിൽ ഇങ്ങനെ വന്നത്. ഇതൊക്കെ കർമ്മഫലം തന്നെയാണ്. ബുദ്ധി അറിഞ്ഞുകൊണ്ട് അങ്ങ് യഥാർത്ഥത്തിൽ അങ്ങക്ക് ബുദ്ധിയുള്ളവരാണ്. ഞാൻ അങ്ങക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. അത് അറിഞ്ഞിട്ട് പോലും ബുദ്ധിമാനാണ് എന്നെ നിന്ദിക്കുകയാണല്ലോ ചെയ്തത്. സൗന്ദര്യം കൊണ്ടും ഗർവ് കൊണ്ടും അങ്ങ് ചെറുപ്പകാലം ചെയ്തതിൻ്റെയൊക്കെ ഫലമായിരിക്കാം ഇപ്പം അനുഭവിക്കുന്നത്. ഞാനേതായാലും ഇപ്പോൾ അനാഥയായി കഴിഞ്ഞു. ദുഃഖിതയായിട്ട് പറയാൻ. ഈ മകനെ നോക്കൂ. യഥാർത്ഥത്തിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവൻ അനാഥനായിത്തീരും. പതിവ്രതയായ ഞാൻ മുമ്പ് ദുഃഖം തന്നറിയാൻ കഴിഞ്ഞതാണ്. ഇപ്പോൾ കേവലം അനാഥയായി കഴിഞ്ഞു. ലാളിച്ച് വളർത്തിയവനും സുഖം മാത്രം കണ്ടവനുമായ ഈ സ്വന്തം മുത്തൻ അംഗത്തിൻ്റെ നേർക്ക് അങ്ങ് എന്താണ് നോക്കാത്തത് എന്നൊക്കെ വിഷാദമഗ്നയായിട്ട് പറയാൻ മകനായ അംഗത്തിനോട് പറഞ്ഞു, മകനെ ഇതാ ഈ അച്ഛൻ ഇപ്പോൾ ഇല്ലാതാവും, നീ നന്നായി നോക്കി കണ്ടുള്ളൂ. ഇനി നിനക്ക് ഈ അച്ഛനെ കാണാൻ സാധിച്ചൊന്നും വരില്ല. അവൻ നന്നായി നോക്കി മനസ്സിലായിക്കൊള്ളൂ. പുരുഷ ഇതരം പുത്ര സുദൃഷ്ടം ധർമ്മവത്സലം ദുർലഭം ദർശനം തസ്യ തവ വത്സ ഭവിഷ്യതി. ഇനി നിനക്ക് ഈ അച്ഛനെ കാണുന്നുണ്ടാവില്ല. എന്നിട്ട് പറഞ്ഞു, അങ്ങയെ വസിച്ച ശ്രീരാമനുണ്ടല്ലോ, കെങ്കേമമായ കാര്യം തന്നെയാണ് ചെയ്തത്. ഇതിന് പരിഹാസമോ ധർമ്മരോഷത്തോടെയാണ് താര പറയുന്നത്. സുഗ്രീവനോട് ചെയ്ത ശപഥം ഏതായാലും ആ രാമൻ നിറവേറ്റിയല്ലോ. അതുകൊണ്ട് വലിയ കാര്യം തന്നെയാണ് ചെയ്തതെന്നാണ്. അത് പ്രശംസയായിട്ട് തോന്നാൻ വിഷമാണ്. ഏതെങ്കിലും പരിഭവമായിട്ടോ പരാതിയായിട്ടോ വിമർശനമായിട്ടാണ് അവൾ പറയുന്നത്. സുഗ്രീവനോട് പറഞ്ഞു, സകാമോഭവ സുഗ്രീവ രുമാത്വം പ്രതിവത്സ്യസേ. അല്ലയോ സുഗ്രീവ, നീ കാമങ്ങളൊക്കെ സാധിച്ചവനായി. നീ ഭാര്യ രമയോടുകൂടി സുഖമായിരിക്കൂ. ഭുങ്ക്ഷ രാജ്യം അനുദ്യുഗ്ന. ഈ കിഷ്കിന്ധ രാജ്യത്തെ യാതൊരു ഉദ്വേഗവും കൂടാതെ ശത്രുക്കളില്ലാതെ പരിപാലിച്ചു വരൂ. അതുകൊണ്ട് കിം മാമേവം പ്ലവതി പ്രിയാം തന്നെ അഭിഭാഷത്തെ. എന്നാൽ വീണ്ടും പറയാണ്, ഞാനിതൊക്കെ പറഞ്ഞിട്ടും ഈ അംഗനെക്കുറിച്ച് പറഞ്ഞിട്ട് പോലും അങ്ങ് ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഞാനീ പറയുന്നൊന്നും അങ്ങ് കേൾക്കാത്ത പോലെയാണല്ലോ ഉള്ളത്. യഥാർത്ഥത്തിൽ ഞാനിതാ അങ്ങയോട് അപേക്ഷിക്കുകയാണ്,
അത് കഴിഞ്ഞിട്ട് രാമനോട് പറഞ്ഞു, എന്തെങ്കിലും ഞാൻ അപ്രി അങ്ങക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഭാര്യയോടായിട്ടും പറഞ്ഞു, ഹരിവംശനാഥ, ഞാൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണേ എന്നിങ്ങനെ കരുണകരണമായിട്ട് അവൾ വിലപിച്ചു എന്നാണ് കവി പറയുന്നത്. തഥാതു താര കരുണന്തുദന്തി ഭർത്തൃസമീപേ സർവാനീഭി വ്യവസ്യത പ്രായമനിന്ത്യവർണ്ണ ഉപോപവേഷ്ടും ഭവിയത്ര ബാലി. ശസ്വിനിയായിരിക്കുന്നവൾ എന്നൊക്കെയാണ്. അവൾ ആ ഭർത്ത സമീപത്ത് മറ്റ് വാനരനാരികളോട് കൂടിയിട്ട് യശസ്വിനിയായിട്ട് ആ മണ്ണിൽ കിടന്നിട്ട് പ്രായോപവേശത്തിന് തന്നെ ഒരുങ്ങിയെന്നാണ്. അതിന് മറ്റൊന്നും ചെയ്യാതെ ജീവനെടുക്കാൻ തയ്യാറായിട്ട് ആ നിലത്ത് കിടന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തതോ നിപതിതാം താരാം ച്യുതാം താരമിവാംബരാഗ്. ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീണ നക്ഷത്രം പോലെ ഈ താര ഭൂമിയിൽ വീണപ്പോൾ ആ നിലത്ത് വെറും നിലത്ത് കിടന്നപ്പോൾ ഹനുമാൻ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. ഹനുമാൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഹനുമാൻ ചിലപ്പോൾ ചില ബുദ്ധിഭ്രമം ബാധിച്ച പോലെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം സുഗ്രീവനായിട്ട് രാമനെ കൊണ്ട് സഖ്യം ചെയ്യിച്ചത് ഈ ഹനുമാൻ്റെ നേതൃത്വത്തിലാണ്. എന്താണ് സഖ്യത്തിൻ്റെ വ്യവസ്ഥ? ഭാര്യയെ കൊന്നു കഴിഞ്ഞ് രാജ്യം സുഗ്രീവന് സമ്പാദിച്ചു കൊടുക്കുമെന്നൊക്കെയാണ്. അതൊക്കെ മറന്നതുപോലെയാണ് ഇപ്പോൾ ഈ ഹനുമാൻ പറയുന്നത്. ഹനുമാൻ തന്നെ പറയുന്നത് അംഗദനെ രാജാവാക്കുമെന്നാണ്. അംഗദനെ രാജാവാക്കാനല്ല ഒരു സഖ്യം ചെയ്തത്. ശ്രീനിവാസ ശാസ്ത്രികൾ അദ്ദേഹത്തിൻ്റെ ലെക്ചേഴ്സ് ഓൺ രാമായണ എന്നുള്ള ഗ്രന്ഥത്തിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, മുമ്പേ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് തൻ്റെ നേതൃത്വത്തിൽ തൻ്റെ ഉത്സാഹത്തിലാണ് ബാലിയായിട്ട് രാമനെ കൊണ്ട് സഖ്യം ചെയ്യിച്ചത്. ആ സഖ്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ ഇതാണ്, ഭാര്യ വെച്ച് സുഗ്രീവൻ രാജ്യം നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. അത് മറന്നതുപോലെയാണ് ഇപ്പോൾ ഹനുമാൻ പറയുന്നത്. ഹനുമാൻ പറഞ്ഞു, നമുക്ക് ഗുണദോഷകൃതം ജന്തു സുകർമ്മഫലഹേതുകം. താരയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. തൽക്കാലം ഭാര്യ മരിച്ചപ്പോൾ ആ താരയുടെ അതിതീവ്രമായ ദുഃഖം കണ്ടപ്പോൾ മറ്റ് യുക്തികളൊക്കെ മറന്നുപോയി കൊണ്ടാണ് ഹനുമാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇതൊക്കെ ഈ ഗുണദോഷങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് അവനവൻ്റെ കർമ്മഫലഹേതു സ്വകർമ്മഫലഹേതുകം, സ്വന്തം കർമ്മത്തിൻ്റെ ഫലമാണ്. അതിലിനിയിപ്പോൾ നീ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ശോചസി കം ശോച്യം ദീനം ദീനാനുകമ്പസേ. അതുകൊണ്ട് അവനവൻ ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുക നീ ആരെ പറ്റിയാണ് ശോചിക്കുന്നത്, അനുകമ്പ കൊള്ളുന്നത്? നീർപ്പോള പോലെയുള്ളതായ ശരീരത്തിൻ്റെ അവസ്ഥ ആർക്കാണ് അറിയാത്തത്? ഒരു തത്വോപദേശമൊക്കെ ചെയ്തു. അതിനുശേഷം 4-ാം ശ്ലോകത്തിൽ പറയുന്നത്, അംഗതസ്തു കുമാരോയം ദൃഷ്ടവ്യോ ജീവപുത്രയാ ആയുധാൻ്റെ വിധേയാനി സമർത്ഥന്യസ്യ ചിന്തയാ. ഇനി നീ എന്താ ചെയ്യേണ്ടത്? ഇവൻ എന്താണോ നന്നായിരിക്കുന്നത് അംഗദനെ നോക്കിയിട്ട് പറയാൻ, ഈ അംഗദിന് ഭാവിയിലേക്ക് ഗുണമുള്ള എന്താണോ അത് ചെയ്യൂ. പ്രാണികളുടെ ജനനമരണങ്ങൾക്ക് നിയമമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആദ്യം ജനിച്ചാൽ ആദ്യം മരിക്കണമെന്നൊന്നുമില്ല എന്നോ, ഇങ്ങനെ വേണേൽ പറയാം, ഇന്ന സമയത്തേ മരിക്കുള്ളൂ എന്നോ പറയാൻ കഴിയില്ല. അതുകൊണ്ട് നീ യസ്മിൻ ഹരിസഹസ്രാണി ശതാനി നീതാനി ച വർത്തയന്തി കൃതാശാനി സ്വയം നിഷ്ഠന്തമാകത. ആയിരക്കണക്കിനും കോടിക്കണക്കിനും വരുന്ന വാനന്മാർക്ക് അഭീഷ്ടം നേടിക്കൊടുത്ത ആളാണ് ഈ ബാലി. ആളിതാ കാലഗതി പ്രാപിച്ചു. അതുകൊണ്ട് നീ ഇനി എന്ത് ചെയ്യണം? ഈ അംഗദനെ രാജാക്ക് വാഴിച്ചിട്ട് സ്വസ്ഥയായിരിക്കുമോ എന്നാണ് പറഞ്ഞു വരുന്നത്. ഭാര്യയെ കുറേ ഹനുമാൻ തന്നെ പുകഴ്ത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ധർമ്മതത്വങ്ങളെ ശരിക്കും അറിഞ്ഞവനാണ്, സാമദാന ക്ഷമാമാർഗങ്ങളിൽ പ്രവർത്തിച്ചവനാണ്, ധർമാക്കന്മാക്കുള്ളത് ആ ലോകമാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്, ഈ ബാലി നേടിയിരിക്കുന്നതാണ്. പലരും വിചാരിക്കുന്ന പോലെ ഭാര്യയെ തികച്ചും അധർമ്മിഷ്ഠനായിട്ടും അല്ല അവളെ പറയുന്നത്. ഏതോ ധർമ്മജിതാം ഭൂമി നൈനം ചോദിതു മർഹസി. അങ്ങനെ അവനവൻ്റെ കാലത്ത് ഈ ആയിരക്കണക്കിന് കവികളൊക്കെ ഉള്ളവൻ രക്ഷിച്ചു, കിഷ്കിന്ധ രാജ്യം പാലിച്ചു, ധർമ്മമാർഗത്തിലൊക്കെ ചെയ്തവനാണ്. അതേതാ ആ ലോകങ്ങളെ പ്രാപിച്ചിരിക്കുന്നു. ആ ബാലിയെക്കുറിച്ച് നീ ദുഃഖിക്കരുത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യൂ? ഈ അംഗദനെ ഭൂമി പരിപാലിക്കാൻ ഏൽപ്പിക്കൂ. സർവേച ഹരിശാർദൂല പുത്രാഷ്ടായന്തവ അംഗദ ഹര്യ ക്ഷപതി രാജ്യഞ്ച ത്വൽ സനാഥം അനിന്ദിതേ. അതുകൊണ്ട് ബാലി മരിച്ചിട്ട് അനാഥമായി പോയിരിക്കുന്ന ഈ ഭൂമിയെ സനാഥമാക്കാൻ വേണ്ടി നീ എന്ത് ചെയ്യൂ? ഈ അംഗദനെ രാജ്യഭാരമൊക്കെ ഏൽപ്പിക്കൂ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ടാക്കിയ കരാറ് സന്ധിനൊക്കെ മറന്നതുപോലെയാണ് ഇപ്പോൾ ഹനുമാൻ പറയുന്നത്. അതുകൊണ്ട് ഞാനെന്ത് ചെയ്യും? വീണ്ടും പറയാണ്, നീ ഈ പുത്രനെ സിംഹാസനത്തിനാക്കൂ. അങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ടിട്ട് സിംഹാസനത്തിരിക്കുന്ന അംഗദനെ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ മനസ്സിന് ശാന്തി ഉണ്ടാവും. സംസ്കാര്യോ ഹരിരാജസ്തു അംഗദശ്ച അഭിഷിച്ചതാം.
അംഗദനെ അഭിഷേകം ചെയ്യുമോ? അഭിഷേകം ചെയ്ത് രാജാവായിട്ട് അഭിഷേകം ചെയ്യുമെന്ന് അർത്ഥം. ഇപ്പോൾ വാനരരാജാവായിട്ട് ഈ അംഗദനെ അഭിഷേകം ചെയ്യൂ. അങ്ങനെ അംഗദൻ സിംഹാസനസ്ഥനായി കഴിഞ്ഞാൽ നിന്റെ ദുഃഖങ്ങളൊക്കെ നശിക്കും. സിംഹാസനഗതം പുത്രം പശ്യന്തി ശാന്തി മേശ്വസി. സിംഹാസനിരിക്കുന്ന പുത്രനെ കണ്ടിട്ട് നിനക്ക് സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് നീ അത് ചെയ്യൂ എന്നർത്ഥം. ഇങ്ങനെ ഒക്കെയാണ് സതാഹം ഹരിരാജസ്യ പ്രഭാവം അംഗസ്യ വാ കീർവ്യസ്തസ്യ സുഗ്രീവ സർവകാര്യേഷനന്തര. അപ്പോൾ ഇങ്ങനെ തനിക്ക് അനുകൂലമായിട്ടും ഹനുമാന്റെ വാക്കുകളൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്, ഈ അംഗദനെയാണ് രാജാവാക്കേണ്ടതെന്നും അംഗദനെ രാജാവാക്കിയിട്ട് സുഖമായിരിക്കും എന്നാണല്ലോ. പക്ഷെ ഇതൊന്നും ആ താര യഥാർത്ഥത്തിൽ സ്വീകരിച്ചില്ല. താര പറഞ്ഞത് ഞാനല്ല ഇതൊക്കെ പറഞ്ഞാണ്. ബാലി മരിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ സുഗ്രീവനാണ് അധികാരം. പിതൃവനായിരിക്കുന്ന ഈ അംഗദന് ഇളയച്ചനായിരിക്കുന്ന ഈ സുഗ്രീവൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നാണ് താര പറഞ്ഞത്. അല്ലാതെ ഈ പറഞ്ഞതൊന്നും അവൾ അനുകൂലിച്ചില്ല എന്നത്ര. അവളെ പറയുന്ന വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അംഗദനെ രാജാവാക്കുന്നു മറ്റു വാനരന്മാർ നേരത്തെ പറഞ്ഞു. ഇപ്പം ഹനുമാനും ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അവൾ അതൊന്നും കൂട്ടാക്ക അല്ല ചെയ്തത്. അതിനിടയ്ക്ക് പറയുന്നുണ്ട് മാത്രം, സുഗ്രീവനോട് പറഞ്ഞു, സുഗ്രീവ നിനക്ക് തൃപ്തിയായി, നിനക്ക് രമയെ വീണ്ടും കിട്ടിയെന്നൊക്കെ പരിഭവം പോലെ പറഞ്ഞെങ്കിലും ഈ ഹനുമാന്റെ വാക്കൊന്നും കേട്ടിട്ട് സ്വീകരിക്കാത്തവളായ അംഗദൻ എന്ത് പറഞ്ഞു നോക്കാം. തം പ്രാപ്ത വിജയം ബാലി സുഗ്രീവം പ്ലവകേശ്വരം. അവൾ പറഞ്ഞു, നചാഹം ഹരിരാജസ്യ പ്രഭാവ്യം അംഗദസ്യ വാ പിതൃവ്യസ്തസ്യ സുഗ്രീവ സർവകാര്യേഷു അനന്തര. 16 ശ്ലോകത്തിൽ കാണാം. ഇത് താരയുടെ വാക്കാണ്. താര പറയുന്നത്, വാനരാധിപനായ ഭർത്താവിനോ അംഗദനോ ഞാനിനി ചെയ്യേണ്ടതെന്തെന്ന് നിശ്ചയിക്കാനാവില്ല. പക്ഷെ ഞാനെന്താണ് ചെയ്യേണ്ടതെന്ന് പറയേണ്ടത് ഈ ബാല്യോ അംഗദനോ പോലെ പിതൃവ്യനായ സുഗ്രീവനാണ് എല്ലാത്തിനും അധികാരി. അവിടെ നഹ്യേഷ ബുദ്ധിരസ്തയ ഹനുമൻ അംഗദം പ്രതി. അല്ലയോ ഹനുമൻ, അംഗദനെ പറ്റിയുള്ള ചിന്ത നിലനിൽക്കത്തക്കതല്ല എന്നാണ്. കാരണം പിതാഹി ബന്ധുപുത്രസ് നമാതാ ഹരിസത്തമാണ്. യഥാർത്ഥത്തിൽ അച്ഛനാണ് പുത്രന് ഏറ്റവും വലിയ ബന്ധു, അമ്മയല്ല. അപ്പം അമ്മയായ ഞാനല്ല യഥാർത്ഥത്തിൽ ഇപ്പം പ്രാണം വിടാൻ പോകുന്ന ഈ ബാല്യാണൊന്നുകിൽ അംഗദൻ എന്ത് ചെയ്യണം നിശ്ചയിക്കേണ്ടത്, അല്ലെങ്കിൽ പിതൃവ്യനായ ഇളയച്ചനായിരിക്കും സുഗ്രീവനാണ്. നഹിമമ ഹരിരാജ സംശ്രയാൽ. എനിക്ക് ഇഹത്തിലും പരത്തിലും എനിക്ക് ഈ വാനരാജാവായ ഭർത്താവ് തന്നെയാണ് ആശ്രയം. കൺമുമ്പിൽ മരണാസന്നായി കിടക്കുന്ന ഇദ്ദേഹം സ്വീകരിച്ച അതേ ശയനം തന്നെയാണ് എനിക്ക് സ്വീകരിക്കാനുള്ളത്. അതായത് എനിക്ക് രാജമാതാവായി വരണമെന്നോ ഹനുമാൻ പറഞ്ഞല്ലോ. അംഗദനെ സിംഹാസനത്തിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥമായിരിക്കാമെന്ന് പറഞ്ഞില്ലേ, അതിനെ നിഷേധിക്കുകയാണ് യഥാർത്ഥത്തിൽ താര ചെയ്തത്. എനിക്ക് ഇദ്ദേഹത്തോടു കൂടി തന്നെ ഈ ലോകം വിട്ടു പോവുകയാണ് നല്ലതെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആയിരിക്കെ ആ ഭാര്യ ദുർബലമായി, അദ്ദേഹത്തിൻ്റെ ശ്വാസോച്ഛ്വാസമൊക്കെ ദുർബലമായി, ജീവൻ വിട്ടുപോകാറായി എന്നുള്ള നില വന്നപ്പോൾ ആ ഭാര്യ കടന്നു നിൽക്കുന്ന 4 പുറകെ നോക്കി. അതൊക്കെയാണ് 24ാമത്തെ സർഗത്തിൽ പറയുന്നത്. ആ ഭാര്യ 4 പുറകെ നോക്കിയപ്പോൾ അനുജനായ സുഗ്രീവനെ മുന്നിൽ കണ്ടു. വിജയം നേടിയവനായ സുഗ്രീവനെ അടുത്തേക്ക് വിളിച്ചു ഭാര്യയുടെ അന്ത്യരംഗം വളരെയധികം ഹൃദയാവർജകമായി നമുക്ക് തോന്നുന്നു. നമ്മൾ വിചാരിക്കുന്ന അത്യന്തം ശത്രുക്കളായി പടപൊരുതിയെങ്കിലും അവസാന നിമിഷത്തിൽ ആ ബാലി സുഗ്രീവനെ വളരെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്യും, സ്നേഹത്തോടെ പറയുന്നതൊക്കെയാണ് നമ്മൾ കാണുക. അദ്ദേഹം ആ ബാലി അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ആ ബാലിയോട് പറയാണ്, സുഗ്രീവ, യഥാർത്ഥം ഇതൊക്കെ വിധിയുടെയൊരു കളിയാണ്. സഹോദരന്മാരായ നമുക്ക് തമ്മിൽ സ്നേഹിച്ചു കഴിയാൻ വിധി സമ്മതിച്ചില്ല. അദ്ദേഹം സുഗ്രീവ ദോഷേണ നമാം ഗന്ധുമർഹസി ഗിൽബിഷാൽ കൃഷ്യമാണം ഭവിഷ്യേണ ബുദ്ധിമോഹേന മാം ബലാത്. നിന്നോട് കുറ്റം ചെയ്തവനാണെന്ന് എന്നെ വിചാരിക്കരുത്, ഇതൊക്കെ വിധിഫലമാണ്. നമ്മൾ സൗഹൃദത്തിൽ കഴിയണമെന്ന് ഈശ്വരന്മാർക്ക് വിചാരമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. യുഗവത് വിഹിതം ദാതാനമന്യേ സുഖമാവയോ സൗഹാർദ്ദം ഭ്രാതയുക്തം രഹിതം ജാതമന്യഥ. ഭ്രാതാവ് വളർത്തേണ്ട സൗഹൃദം വളർത്താൻ നമുക്ക് സാധിച്ചില്ല. ഞാനേതായാലും ഇതാ യമലോകത്തേക്ക് പോവുകയാണ്, നീ ഈ രാജ്യം കയ്യേറ്റ് വാഴൂ എന്ന് ബാലി തന്നെ പറഞ്ഞു. അതായത് തൻ്റെ മകനായ അംഗദന് രാജ്യം കൊടുക്കണം എന്നല്ല ബാലി പറഞ്ഞത്. പ്രതിപദ്യത്വമദ്ദീവ, ഇന്ന് തന്നെ ഞാൻ രാജ്യമേഷാം വനൗകസാം, രാജാധികാരം കയ്യേറ്റിട്ട് വനവാസികളായ വാനന്മാരൊക്കെ വേണ്ടതുപോലെ
ഭരിച്ചുള്ളൂ. ജീവിതം ഹി രാജ്യം ചാശ്രിയം വിപുലമന്തഥ പ്രജാഹമേഷ്യ വൈതൂർണം അഹം ച അഗർഹിതം യശ. ജീവിതം, രാജ്യം, വിപുലമായിരിക്കുന്ന ഐശ്വര്യം ഒക്കെ ഞാനിവിടെ ഉപേക്ഷിച്ച് പോവാണ്. ഈ അവസ്ഥയിൽ മരണാസന്നായിരിക്കണം. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ സുഖങ്ങൾ മാത്രം കിട്ടി അനുഭവിച്ചു പോകുന്നവനാണ് എൻ്റെ ഈ മകൻ, ഈ ചെറിയ അംഗതൻ. അവനെ വേണ്ടതുപോലെ നോക്കണം. എനിക്കിവൻ പ്രാണനേക്കാൾ പ്രിയതരനാണ്. ഞാനില്ലാത്ത അവസ്ഥയിൽ നീ വേണ്ടതെല്ലാം ചെയ്ത് പരിപാലിക്കണം. യഥാർത്ഥത്തിൽ അല്ലയോ സുഗ്രീവ, നീ തന്നെയാണ് ഇവന് പിതാവ്, ദാതാവും, കൊടുക്കേണ്ടവനും രക്ഷിക്കേണ്ടവനും നീയാണ്. പിന്നെ ഭാര്യ താരയെക്കുറിച്ചും പറഞ്ഞു. ഈ താര യഥാർത്ഥത്തിൽ വളരെ ബുദ്ധിമതികളാണ്. സുഷേണപുത്രിയായ ഇവള് ആലോചനയില്ലാത്തൊരു വാക്കും പറയില്ല. അതുകൊണ്ട് സംശയം വരുമ്പോഴും കാര്യങ്ങളിലൊക്കെ ഇവളുടെ വാക്കിന് നിനക്ക് പ്രമാണമായി എടുക്കാം. അനുരൂപാണി കർമാണി വിക്രമ ബലവന്റണ് കരിത്യശേ താരേയ തേജസ്വി തരുണോ ഗത സുഷേണ ദുഹിതാചേയം അർത്ഥ സൂക്ഷ്മ വിനിശ്ചയേനാണ്. സൂക്ഷ്മാർത്ഥങ്ങൾ അറിയാനൊക്കെ സാമർഥ്യമുള്ളവളാണ് ഈ താര. അതുകൊണ്ട് നീ ഈ താരയുടെ വാക്കുകൾ വെള്ളപോലെ മാനിക്കണം. അവളുടെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഒരു ദോഷവും വരില്ല. അതിനുശേഷം പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. തന്നെ ഒളിയമ്പേത് ഒന്നെങ്കിൽ പോലും സുഗ്രീവനോട് വാലി അവസാനമായി പറയുന്നത് എന്താണ്? നീ ഈ രാമൻ്റെ കാര്യം വേണ്ട പോലെ സാധിച്ചു കൊടുക്കണം, വാക്ക് തെറ്റിക്കരുത്. രാഘവസ്ഥത്തെ കാര്യം കർത്തവ്യം അവിശങ്കയാ സ്യാദധർമ്മോഹ്യകരണേ ത്വാം ഹിംസ്യാത് അമാനിത. അല്ലെങ്കിൽ നിനക്ക് അധർമ്മം വരും. മാത്രം നീ ഇതുപോലെ അപകടത്തിൽപ്പെടുമ്പോൾ രാമന് വേണ്ടതായ കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്തു കൊടുക്കണം. അദ്ദേഹത്തെ വേണ്ട പോലെ മാനിച്ചില്ല നിനക്ക് ഇതേ ഗതി വരും. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം തൻ്റെ പിതാവായ ഇന്ദ്രൻ തനിക്ക് തന്നിട്ടുള്ള ആ രത്നമാല ബാലി ഊരിയെടുത്തിട്ട് സുഗ്രീവൻ എണീക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ മാലയുടെ ഐശ്വര്യമൊക്കെ ഇല്ലാതാവും. അവിടെ ഇതൊക്കെ ഈ മാലാം ആതൽ സ്വദിവ്യാം സുഗ്രീവ കാഞ്ചനിയും, ഈ സ്വർണ്ണമാലയോ സുഗ്രീവ സ്വീകരിക്കൂ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തേജസ്സില്ലാതായിത്തീരും. അതിനുമുമ്പ് സ്വീകരിക്കും. ഇത്യേവ മുക്ത സുഗ്രീവോ ബാലിനാ ഭ്രാതസൗഹൃദാത് ഹർഷം തെക്വാപനർദീനോ ഗ്രഹസ്ഥൈവ. ഈ ഓടുരാക്ഷനാൻ. അപ്പോൾ ബാലിൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ആ സുഗ്രീവന് മുമ്പുണ്ടായ ശത്രുത മുഴുവൻ ഇല്ലാണ്ടായി. ആകപ്പാട് ദീനനായി. ജ്യേഷ്ഠനെ കൊന്നുപോയല്ലോ എന്നുള്ളതിൽ ദുഃഖിക്കുന്നവനായി തീർന്നു. അതാകെ പറയുന്നത്, തദ് ബാലിവചനാൽ ശാന്ത കുറവൻ യുക്തമതന്തിരില്ല ജഗ്രാഹസോഭ്യനിജ്ഞാതോ മാലാം തം ജൈവ കാഞ്ചനീം. ജ്യേഷ്ഠൻ പറഞ്ഞ പ്രകാരം, ബാലി പറഞ്ഞത് പ്രകാരം ആ സുഗ്രീവൻ ആ മാല സ്വീകരിച്ചു. താം മാലാം കാഞ്ചനീം നെത്വ ദൃഷ്ട്വാ ജൈവാത്മജസ്ഥിതം. ഇങ്ങനെ തനിക്ക് അച്ഛന് കിട്ടിയുള്ള മാല സുഗ്രീവൻ ഏൽപ്പിച്ചു. അതിനുശേഷം അടുത്ത് നിൽക്കുന്ന അംഗദനെ നോക്കി അതിനുശേഷം പറഞ്ഞു, വീണ്ടും സ്നേഹപൂർവ്വം തൻ്റെ മകനായ അംഗദനോടും ബാലി പറയുന്നത്, ഈ സുഗ്രീവനെ കൊണ്ട് അവരനുസരിക്കണം. നീ സുഗ്രീവൻ്റെ ശത്രുക്കളുമായി ചേരരുത്. നിനക്കെല്ലാം വേണ്ടതൊക്കെ ചെയ്യേണ്ടത് ഇയാളാണ്. ദേശകാലവും ഭജസ്വാദ്യ ക്ഷമമാണം പ്രിയാപ്രിയെ സുഖദുഃഖ സഹകാലേ സുഗ്രീവ വശഗോഭവ. സുഗ്രീവന് വശത്തിൽ നിൽക്കൂ, സുഗ്രീവൻ്റെ കാര്യങ്ങൾ നോക്കി ചെയ്യൂ. നീ ഒരിക്കലും സുഗ്രീവൻ്റെ ഇംഗിതത്തിന് വിപരീതമായി ചെയ്യരുത്, ശത്രുക്കളോട് ചേരരുത് എന്നൊക്കെ ഉപദേശിക്കുകയും ചെയ്തു. ഈ അതിരുകവിഞ്ഞുള്ള മമതയോ നിർമ്മമതയോ ആരോടും കാണിക്കാൻ പോകരുത് എന്ന് വേണ്ട ഉപദേശമൊക്കെ തൻ്റെ മകന് കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ അതിപ്രണയക്കാര്യ കർത്തവ്യോ അപ്രണയസ്ഥതേ ഈ ഉഭയം ഹി മഹാദോഷ തസ്മാത് അന്തരതിർഭവ. അതിന് മകനുള്ള ഉപദേശമാണ്. നീ ആരോട് അമിതമായിരിക്കുന്ന മമത്വം കാണിക്കേണ്ട, അമിതമായിരിക്കുന്ന ദ്വേഷം കാണിക്കേണ്ട, രണ്ടിൻ്റെ മധ്യത്തിൽ നിൽക്കൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ബാലി ജീവൻ വെടിയാണ്. അപ്പോൾ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ബാലി വളരെ വികാരവിവശനായി ഇങ്ങനെ പറഞ്ഞു. ഈ ബാലി സുഗ്രീവന്മാർ തമ്മിലുണ്ടായ കലഹത്തിനൊക്കെ കാരണം നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാലും ബാലി ഈ ഭാഗത്തോടു കൂടിയാണ് ബാലിയുടെ അതിനുശേഷം സുഗ്രീവൻ പറയുന്നത്, സുഗ്രീവനെ വന്ന പശ്ചാത്താപവിവശനായി തൻ്റെ ജ്യേഷ്ഠനെ താൻ സ്വന്തം കാര്യത്തിന് വേണ്ടി കൊല്ലിച്ചല്ലോ എന്നുള്ള വിഷാദം അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചു. അതിനുശേഷം സുഗ്രീവൻ പറയുന്ന വാക്കുകളൊക്കെയാണ് അടുത്ത സർഗങ്ങളിലുള്ളത്. അത് തുടർന്നുള്ള പ്രഭാഷണം കേൾക്കാം. തൽക്കാലം ഈ ബാലിയുടെ മരണത്തോടുകൂടി മരണത്തിൻ്റെ ഭാഗം പറഞ്ഞുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ വികാരഭരിതമായ രംഗങ്ങളാണ്. അത് നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം.